വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടമായ പെൺകുട്ടി ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസനും മടങ്ങി. കൽപ്പറ്റ വെള്ളാരംകുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. രാത്രിയോടെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ആ പെൺകുട്ടി ഇനി ഒറ്റയ്ക്കായി പോവുകയാണ്. ഒറ്റവരും ഉടയവരും എല്ലാം നഷ്ടമായിരുന്നു ആ മഹാദുരന്തത്തിൽ. ആകെ കൂട്ടായി ഉണ്ടായിരുന്നത് ജെൻസൺ മാത്രമായിരുന്നു. ഇപ്പോഴിതാ ആ ജെൻസനെയും കൊണ്ടുപോയിരിക്കുകയാണ്. ജെൻസനും മടങ്ങിയിരിക്കുകയാണ്. വലിയൊരു കണ്ണീർ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെ ആ വാർത്ത പറയും, എങ്ങനെ അത് അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അനൂപ്, ഏറെ സങ്കടത്തോടെ മാത്രമാണ് എനിക്ക് അനൂപിനോട് സംസാരിക്കാൻ കഴിയുന്നത്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രമാത്രം ഒരു കരള് പിളരുന്ന വേദന എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഏക ആശ്രയം ശ്രുതിക്കിന് ജെൻസൺ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ജെൻസനും മടങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ജെൻസൺ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് കേൾക്കുന്ന നിമിഷത്തിനായിട്ട്. പക്ഷേ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആഗ്രഹങ്ങളും വിഫലമായി. മനു, ഈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ എല്ലാം നഷ്ടമായ ശ്രുതിയുടെ ഒപ്പം എക്കാലവും ഉണ്ടാവുമെന്ന ആ വാക്ക് ബാക്കി വെച്ച് ജെൻസൺ മടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയോടുകൂടിയാണ് ജെൻസന്റെ മരണം ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത്. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഗുരുതരമായ പരിക്കേറ്റ് ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് ഈ കൽപ്പറ്റയ്ക്ക് തൊട്ട് സമീപം ഉണ്ടായിട്ടുള്ളൊരു അപകടത്തിൽ ആണ് ഈ ഗുരുതരമായ പരിക്കേൽക്കുന്നത് ജെൻസന്. അത് അപ്പുറത്ത് തന്നെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുവെങ്കിലും ഈ ആന്തരിക രക്തസ്രാവവും അതുമൂലമുള്ള വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളും ജെൻസൺ നേരിട്ടു. വെന്റിലേറ്ററിലായിരുന്നു. യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തി പോന്നിരുന്നത്. അത് കഴിഞ്ഞ ദിവസം എന്നാൽ വീണ്ടും ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വീണ്ടും വഷളാവുകയും മരണത്തിലേക്ക് അല്ലെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നു. ശ്രുതിയുടെ കാര്യം നമുക്കറിയാം. ഒരു ഘട്ടത്തിൽ അമ്മ, അതായത് ശിവണ്ണൻ, അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ആ കുടുംബത്തിലെ 9 പേരാണ് ശ്രുതിക്ക് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം അച്ഛൻ്റെ സഹോദരൻ സിദ്ധരാജൻ്റെ മകൾ ലാവണ്യയ്ക്ക് നഷ്ടപ്പെട്ടത് മാതാപിതാക്കളെയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ ഒട്ടേറെ പേർ ശ്രുതിക്ക് നഷ്ടപ്പെട്ടു. ആ വലിയൊരു ദുഃഖത്തിലായിരുന്നു. ആ ഒരു സമയത്ത് കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്ക് മാറിയ ശ്രുതി ഒരു ബന്ധുവിൻ്റെ ഒപ്പം മാറിയ ആ സമയത്ത് ജെൻസൺ എല്ലാ ദിവസവും അവിടെ എത്തി ശ്രുതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒപ്പം ചേർത്ത് നിർത്തുകയും ആ വലിയൊരു മാനസിക ആഘാതത്തിൽ നിന്ന് ശ്രുതിയെ ഒരു പരിധിവരെ മറികടന്നെത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നു ജെൻസൺ. എല്ലാ കാലവും ഒപ്പമുണ്ടാവുമെന്ന ഒരു വലിയ ഉറപ്പ് നൽകി ചേർത്തു പിടിച്ച ആ ജെൻസൻ്റെ ദൃശ്യങ്ങൾ ആ സമയത്തെല്ലാം നമുക്ക് ആ വലിയ സങ്കടത്തിൻ്റെ ഒരു കാഴ്ചകളിലും ഒരു ആശ്വാസം പകർന്ന ഒരു ദൃശ്യമായിരുന്നു എന്ന് ആ സമയത്ത്. അമ്മയെല്ലാം ശ്രുതിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. ഈ അടുത്ത ദിവസമാണ് അമ്മയുടെ ഈ DNA പരിശോധനാ ഫലം വന്നതിനെ തുടർന്ന് അമ്മയുടെ മൃതശരീരം പുത്തുമലയിൽ സംസ്കരിച്ചവരുടെ കൂട്ടത്തിലുണ്ടെന്ന് ശ്രുതി മനസ്സിലാക്കുന്നത്. അവിടെ പോയതുമെല്ലാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രുതി ആ പുത്തുമലയിൽ എല്ലാവരെയും സംസ്കരിച്ച സ്ഥലത്തെല്ലാം പോയിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു ശ്രുതി. ആ ആഘാതത്തിൽ നിന്ന് മുക്തിയായില്ലെങ്കിലും ജെൻസൻ്റെ എല്ലാം സാമീപ്യം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ശ്രുതി ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കോഴിക്കോടിലെ ഒരു സ്വകാര്യ ആശുപത്രിയായിരുന്നു ശ്രുതി ജോലി ചെയ്തിരുന്നത്. അവിടെ ആയിരുന്നത് കൊണ്ട് മാത്രമാണ് ശ്രുതി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ പുതുതായി പണി കഴിപ്പിച്ച വീടും ആ വിവാഹത്തിനായി സംഭരിച്ചു വെച്ച പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം തുടച്ചു മാറ്റിയാണ് ഉരുൾപൊട്ടൽ കടന്നുപോയത്. ഈ ദുരന്തത്തിന് 1 മാസം ജൂണിലാണ് ജെൻസനായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നത്. അതോടൊപ്പം ഈ ശ്രുതിയുടെ പിതാവ് പുതുതായിട്ട് പണി കഴിപ്പിച്ച വീടിൻ്റെ പാല് കാഴ്ച ചടങ്ങൊക്കെ ഈ ജൂൺ മാസത്തിലാണ് നടക്കുന്നത്. ഈ സെപ്റ്റംബറിലാണ് അവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ആ രീതിയിൽ വിവാഹത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി സ്വർണം വാങ്ങിച്ചു, വസ്ത്രം വാങ്ങിച്ചു, എല്ലാം ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു സമയം കടന്നു പോകുമ്പോഴാണ് ആ ദുരന്തം എത്തിയത്. പിന്നീട് തുടരെ ആ ശ്രുതിയുടെ ജീവിതത്തിന്മേൽ ദുരന്തങ്ങൾ പതിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ജെൻസൻ്റെ വിയോഗവും. അത് ഇനി ആ ഒരു അവസ്ഥ കൂടി ശ്രുതിക്ക് കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് പറയാൻ ഒരു പക്ഷേ വാക്കുകൾ പോലും ലഭ്യമാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിംസ് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണ്. അല്പസമയത്തിനകം ഇവിടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പോലീസ് പൂർത്തിയാക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ആണ്ടൂരിലെ അമ്പലവേലിന് സമീപമുള്ള ആണ്ടൂർ എന്ന സ്ഥലത്ത് ചീനപ്പുല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ജെൻസൻ്റെ വീട്. അവിടേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വെക്കും. അവിടെയുള്ള ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. പിന്നീട് തൊട്ടടുത്ത പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഒരു സഹോദരിയും സഹോദരനുമാണ് ജെൻസനുള്ളത്. ആണ്ടൂർ പരിമളം വീട് എന്ന് പറയുന്ന ജെൻസൻ്റെ വീട് ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ്. ഇപ്പോൾ നാട്ടുകാരെല്ലാം വലിയ ദുഃഖത്തിലാണ്.
ജെൻസൺ അല്പസമയത്തിനകം ജെൻസന്റെ മൃതശരീരം അവിടേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് മേപ്പാടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ബത്തേരിയിലേക്ക് കൊണ്ടുപോകും. മനു സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു മനുഷ്യന് അത് സാധ്യമായ ഇത്രയും വലിയൊരു ആഘാതം എങ്ങനെയാണ് ഒരു മനുഷ്യൻ കടന്നു പോവുക, ജീവിതത്തിൽ അതിനെ മറികടക്കുക. നമ്മളന്ന് വയനാട്ടിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചത് ശ്രുതിയെയും ജെൻസനെയും കാണാൻ പോകാനായിരുന്നു. പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണം നമുക്കതിന് പറ്റിയില്ല. പകരം ലതീഷാണ് പോയത്. നമ്മുടെ ക്യാമറ നിവിനായിരുന്നു. നിവിൻ ഈ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ഞാനായിരുന്നു അന്ന് ലതീഷേട്ടൻ്റെ കൂടെ പോയി അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിവിൻ ഈ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനൂപ് ഓർക്കുന്നില്ല, നമ്മളന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. പെൺകുട്ടി ഇതെങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. നമ്മൾ ഈ വാർത്തയും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരായി നിൽക്കുമ്പോൾ ഇതെങ്ങനെ ആ പെൺകുട്ടി താങ്ങും? നമുക്കെല്ലാവർക്കും ആ കുട്ടിയുടെ കൂടെ നമ്മുടെ മകളായി, നമ്മുടെ സഹോദരിയായി, നമ്മുടെ കൂടപ്പുറപ്പായി ചേർത്ത് നിർത്താം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം വാക്കുകളില്ലാതാവുകയാണ്. മനു പറഞ്ഞതുപോലെ ലതീഷ് ജെൻസനും ശ്രുതിയായിട്ട് സംസാരിച്ച സമയത്ത് ജെൻസൺ പറയുന്നുണ്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്ക് ശ്രുതിയെ അല്ലെങ്കിൽ ശ്രുതി വീണ്ടും അനാഥയായി പോകുമല്ലോ എന്നൊരു ദുഃഖമാണ് എന്നെ അലട്ടുന്നത്. ഇപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരാണ് ഇനി തുണയുണ്ടാവുക എന്നൊരു ആശങ്കയൊക്കെ പങ്കുവച്ചാണ് ലതീഷിനോട് ജെൻസൺ ആ ഘട്ടത്തിൽ സംസാരിക്കുന്നത്. അതിനുശേഷം പിന്നീട് പറഞ്ഞത് അവർക്കൊരു വീടും ഒരു സ്ഥലവും ഒക്കെ ശ്രുതിക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം, എന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനമാവൂ, ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചില്ല എന്നുള്ളൊരു ആശങ്ക ആ ഘട്ടത്തിൽ ജെൻസൺ ലതീഷിനോട് പങ്കുവച്ചത് ആ വാർത്തയിൽ തന്നെ നമുക്ക് കണ്ടതാണ്. ആ രീതിയിൽ ജെൻസനൊരു ആശങ്കയുണ്ടായിരുന്നു, ഇത്ര വേഗം അങ്ങനൊരു ശ്രുതിയെ വീണ്ടും വേർപിരിയേണ്ടി വരും എന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഈ ശ്രുതിയെ ഈ പെട്ടെന്ന് ഈ ആഘാതത്തിൻ്റെ എല്ലാം ഒരു വലിയ ഒരു മാനസിക ഒരു ആഘാതമെല്ലാം ശ്രുതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ശ്രുതിയെ ഇടയ്ക്കിടെ ജെൻസൺ ഈ കൽപ്പറ്റയിലെ വാടക വീട്ടിലെത്തി പുറത്തേക്കെല്ലാം കൊണ്ടുപോകുമായിരുന്നു. അതേപോലെയായിരുന്നു കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകിട്ട് ശ്രുതിയെ കൂട്ടി, ശ്രുതിയുടെ വരെ ബന്ധുക്കളെയൊക്കെ കൂട്ടി ജെൻസൺ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയായിരുന്നു ചുരത്തിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പോഴാണ് ഈ സ്വകാര്യ ബസ്സിലേക്ക് നിയന്ത്രണം വിട്ട് ഈ വാഹനം ചെന്ന് പതിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ അതും മറികടന്ന് ശ്രുതിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുക. മനു, തീർച്ചയായും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, എല്ലാം അതിജീവിച്ച ആ പെൺകുട്ടി കടന്നു വരട്ടെ. നമ്മൾ ഓരോരുത്തരും ആ കുട്ടിയുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഓക്കെ അനൂപ്, ഞാൻ പിന്നീട് അനൂപിലേക്ക് വരാം. അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രമാത്രം ആ വാർത്ത നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്.